അങ്കോലയിൽ മണ്ണിനടിയിൽ അകപ്പെട്ട അർജുനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അർജുൻ ഓടിച്ചിരുന്ന വാഹനം, ലോറി എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് നേരത്തെ അല്പം മുൻപ് അൽഫ് അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ യാത്രാമധ്യയാണ്. അരുണിന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയും. അരുൺ, അങ്കോലയിൽ ഇപ്പോഴും ഈ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്ന ലോറി എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. പ്രതികൂല കാലാവസ്ഥയാണ് പ്രധാനപ്പെട്ട തടസ്സം. കനത്ത മഴ അവിടെയുണ്ട്. മാത്രമല്ല, കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് അരുൺ നൽകാനുള്ളത്? ഗോപികൃഷ്ണൻ, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതായത് ശക്തമായ മഴയുണ്ട്. ഒരു ഘട്ടത്തിൽ മഴ അല്പമൊന്ന് മാറി നിന്നെങ്കിൽ പോലും ഇപ്പോൾ ശക്തമായ മഴ അവിടെ പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വീണ്ടും ഈ മണ്ണിടിച്ചിലുള്ള സാധ്യത നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. അത് ഈ നിലവിലുള്ള ഈ മൺകൂന ഈ കുന്നിനോട് ചേർന്നാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും അവിടുന്ന് വലിയ തോതിൽ ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ കൂടുതൽ മുകളിൽ നിന്ന് മണ്ണ് താഴേക്ക് പതിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് അവർ പറയുന്നത്. അവിടുത്തെ ആ സ്ഥലത്തിന്റെ ഒരു ഭൂപ്രകൃതി കൂടി അങ്ങനെയാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മഴ ഇപ്പോഴും തുടരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ നിലവിൽ ഇപ്പോൾ ഈ GPS ലൊക്കേഷൻ ലഭിച്ചുവെങ്കിൽ പോലും അവിടെ കൃത്യമായി അവിടെ ഈ തെരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല. രണ്ടു വശത്തു നിന്നായി ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുകയാണ്. ഈ അതിനുശേഷമായിരിക്കും ഇത് കുഴിച്ചെടുത്ത് കൂടുതൽ കൃത്യമായ ലൊക്കേഷനിൽ ഒരു മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക. നിലവിൽ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മൺകൂനയുടെ രണ്ട് വശങ്ങളിൽ നിന്ന് ആദ്യം മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ കൃത്യമായി കുറച്ചുകൂടി ഉള്ളിലോട്ട് ഈ രക്ഷാപ്രവർത്തകർക്ക് പോയി കൃത്യമായി GPS ലൊക്കേഷൻ കാണിക്കുന്ന സ്ഥലത്ത് ആ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ണ് എന്തായാലും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ എന്തായാലും നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളുണ്ട്. ഈ അർജുന്റെ ഫോൺ ലൊക്കേഷൻ ഈ പുഴയോട് ചേർന്നല്ല ഉള്ളത് എന്ന് സൈബർ സെൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ GPS ലൊക്കേഷനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നേരത്തെ ഈ പുഴയിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ ജില്ലാ ഭരണകൂടം പങ്കുവച്ചിരുന്നു. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് എന്തായാലും രക്ഷാപ്രവർത്തനം പോകുന്നില്ല. നേരത്തെ നേവി ഒരു ഘട്ടത്തിൽ പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ആ തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ച് പൂർണ്ണമായും ഇവിടെ തന്നെയാണ്, അതായത് ഈ മൺകൂന ഉള്ള സ്ഥലത്ത് തന്നെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. രക്ഷാപ്രവർത്തനം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ നിലവിലെ ഈ സാഹചര്യം, അവിടുത്തെ ഭൂപ്രകൃതി, നിലവിൽ ആ സ്ഥലത്തിന്റെ ഒരു സ്ഥിതി എല്ലാം കുറച്ച് വഷളായിട്ടുണ്ട്. കാരണം ഈ മണ്ണ് എന്നതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ വെള്ളം വീണ് ചളി ആയി രൂപപ്പെട്ടിട്ടുണ്ട്. അത് നീക്കം ചെയ്യുക വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അങ്ങനെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശരി, പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. അതേസമയം തന്നെ പ്രതികൂലമായ കാലാവസ്ഥ ഈ തിരച്ചിലിന് തടസ്സം നിൽക്കുന്നുണ്ട്, വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. കനത്ത മഴ തുടരുന്നു എന്നുള്ളതും കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് എന്നതുമൊക്കെ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന വിഷയമാണ്. ഏതായാലും അർജുന്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള മലയാളികളെയും ഈ വാർത്ത കാണുമ്പോൾ അർജുന് കുഴപ്പങ്ങളില്ലാതെ മടങ്ങിവരാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. ഏതായാലും തിരച്ചിൽ എത്രത്തോളം ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് മറ്റെല്ലാ കാര്യങ്ങളും. അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ കാത്ത് ആകാംക്ഷയോടുകൂടി, ആശങ്കയോടുകൂടി കുടുംബം കോഴിക്കോട്ട് കാത്തു നിൽക്കുകയാണ്. അവിടെ നിന്ന് സമീർ സി മുഹമ്മദ് നേരത്തെ നൽകിയ വിവരമനുസരിച്ച് കുടുംബത്തിന് ഉള്ള ഏക ആശ്വാസം രാവിലെ 10:32 വരെ ഫോൺ കോൾ ഉണ്ടായിരുന്നു. അതായത് ഫോൺ റിംഗ് ചെയ്തിരുന്നു, ഫോൺ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഫോൺ ലൊക്കേഷൻ എന്നത് ലോറിയുടെ ലൊക്കേഷനിൽ നിന്ന് വേറൊരു സ്ഥലത്താണ് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വിവരങ്ങളാണ്. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അധികം വൈകാതെ തന്നെ നല്ല വാർത്ത നമ്മളെ തേടിയെത്തും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു ചെറിയ ഇടവേളയിലേക്ക് നമ്മൾ കടക്കുന്നു. അങ്കോലയിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിലും അനുബന്ധ വാർത്തകളും തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. അതിലേക്കായിരിക്കും നമ്മൾ മടങ്ങി വരിക. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ വളരെ വേഗം.